ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു സഹായ അഭ്യർത്ഥനമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വയനാട്ടിലാണുള്ളത്. ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കണ്ണലിയിക്കുന്ന ഒരു സംഭവമാണ്. ഒരു തകര സീറ്റിൻ്റെ ഇടയിലാണ് ഇവർ ഫാമിലി എല്ലാവരും കൂടി ജീവിക്കുന്നത്. 6 വർഷത്തോളമായി ഇവരിതിൻ്റെ ഈ ചോർന്നൊലിക്കുന്നതെന്ന് തന്നെ പറയാം. ഇത് നമ്മളൊക്കെ വീടൊക്കെ കാണുമ്പോൾ അൽഹംദുലില്ല അതുപോലെ അവർക്കൊരു കൈത്താങ്ങായി എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് പിടിച്ച് കൊടുക്കണേ. പ്രവാസി സുഹൃത്തുക്കളെല്ലാവരും കൂടിയും ഇവരെ ഒന്ന് സഹായിക്കണേ. ഞാൻ ഇതിൻ്റെ നമ്പർ, ഇതിൻ്റെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെ സലീംക്കയാണ്. സലീംക്ക നമ്മളിത് കാണിക്കുക, അവരോട് ഇതിൻ്റെ കാര്യങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്യാം. അതിനൊന്ന് എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വെളിച്ചങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ കറണ്ട് പോയതാണ്. ഇതാണ് ഇവർ ഇരുട്ടത്താണ് ഇവർ താമസിക്കുന്നത് കേട്ടോ. അവരെ കിടക്കയും അതുപോലെ സൈഡിൽ മറച്ചതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളെ വിറക് വര അങ്ങനെ തന്നെ പറയാ, താത്തി കെട്ടി പറയാമൊന്നുമല്ലേ. അപ്പോൾ അത്രത്തോളം ഒരു വിഷമത്തിലാണ് അവർ കഴിയുന്നത്. നമ്മൾ ഈ കാണുന്ന നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ആളുകളാണ് നമ്മൾ വീഡിയോ കാണുന്നത്. ഇത് 6 വർഷത്തോളമായി ഇവരിതിൻ്റെ ഉള്ളിൽ കഴിയുന്നത് കേട്ടോ. അടുക്കളൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. പ്ലീസ് എല്ലാവരും കൂടി ഒന്ന് സഹായിക്കണേ. നമ്മൾ അത്രത്തോളം നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി ഏറ്റെടുത്ത് അവർക്ക് കടക്കണിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. 5 ലക്ഷത്തോളം കടങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഒരു കൂരയ്ക്ക് വേറെ രൂപത്തിലാവാൻ ഒന്ന് ചെയ്തു കൊടുക്കാം. അത് കാണുന്ന നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യുദ്ധം കാര്യങ്ങളൊക്കെയാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാലും ഈ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു സഹായം മോമാക്കയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നമ്പറും ഗൂഗിൾ പേ നമ്പറും സ്കാനറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അവരെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒന്ന് സഹായിക്കണേ പ്ലീസ്. ഞാനിവിടെ ഈ വീട്ടിലിവിടെ 6 വർഷത്തിലേറെ ഈ തകര ഷീറ്റ് കൊണ്ട് മറച്ച വീട്ടിലാണ് താമസം. എൻ്റെ പണി ടയർ പഞ്ചറടക്കുന്നതാണ്. ഈ വരുമാനത്തിന് നല്ലൊരു വിഹിതം ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ്. എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ 90% പൈസയും കുടുംബത്തിന് ചെറിയൊരു ഹോസ്പിറ്റൽ കാര്യങ്ങളും ആയതുകൊണ്ടാണ് തീർന്നു പോകുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളൊരു ടയർ പഞ്ചറടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങളൊരു വീടുണ്ടാക്കാൻ കഴിയാത്ത ആളാണോ എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയാൻ മറച്ചു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു വിഹിതവും ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ടാണ് ഇതിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്ത് പറയണമെന്ന് എനിക്ക് വാക്കുകളില്ല. കാരണം ഞാനിങ്ങനെ ഒന്നും ആഗ്രഹിച്ച ഒരാളല്ല. കാരണം എൻ്റെ ഒരു വീട് ഒന്ന് പൂർത്തീകരിച്ചാൽ എനിക്ക് എൻ്റെ കുടുംബമായിട്ട് സമാധാനത്തിൽ ഒന്ന് കയറി കൂടേണ്ട അവസ്ഥ. അതുകൊണ്ടാണ് ഇപ്പം നല്ലവരെ ആളുകളോട് എൻ്റെ ഈ സങ്കടങ്ങൾ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾ, നമ്മളെ കുറേ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. ഇന്ന് സഹായിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടെങ്കിലും ഇത് ഒന്ന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ച് കൊടുക്കണേ. സലീം ഖാൻ്റെ ജോലികൾ കാര്യങ്ങൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. ഓട്ടോ ഇതാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വയനാട് ജില്ലയിലെ ആര് വന്ന് ഏത് രാത്രി പെട്ടാലും നിങ്ങളുടെ ടയർ പഞ്ചറായി അതിനോട് അനുബന്ധമായിട്ട് സംഭവങ്ങളോ ഇനിയിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഒരു ആക്സിഡന്റ് പറ്റിയ ഹോസ്പിറ്റലിൽ കിടന്ന് രക്ഷിക്കാൻ ആളില്ലെങ്കിൽ അവിടെ പോയിട്ട് അവരുടെ കൂടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നിട്ട് അവരുടെ ബന്ധുക്കൾ വരുന്നവരെ കാത്തുനിന്നിട്ട് അവരെ നമ്മൾ പിന്നെ എല്ലാ ശുശ്രൂഷയും സ്വന്തം ഒരു സഹോദരനെ പോലെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാറ്, എങ്ങനെ അപകടം പറ്റി അങ്ങനെ പലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്. ആരും ഇല്ലാത്തവർക്ക് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പിന്നെ അവരുടെ ബന്ധുക്കൾക്ക് വീട്ടിൽ പോയി ഉറങ്ങാനുള്ള, അതായത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പേനാമ്പാലിറ്റീവ് പ്രവർത്തകനാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്, പല റെസ്ക്യൂ ടീമുകളിൽ അംഗമാണ്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കഷ്ടപ്പെടുന്ന ഒരാളുടെ ഹോസ്പിറ്റലിൽ പോയി നിന്നിട്ട് ആ കുടുംബത്തിന് അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് ഉറങ്ങിക്കോളി, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഞാൻ നിൽക്കാന്നുള്ള ആ രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്നെ കൊണ്ട് ഞാനത് എത്രയോ കേട്ടിട്ടുണ്ട്, കുറെ കാലത്തെ പരിചയം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചിട്ട് പോയാലാണ്. ഞാനത് ചെയ്യാറില്ല. ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് അവരുടെ ബന്ധുക്കൾ വരുന്നവരെ, അവരുടെ ബന്ധുക്കൾ വന്നതിന് ശേഷം അവരെ ഏൽപ്പിച്ചിട്ടാണ് പോകല്. കാരണം അവിടെ ഏൽപ്പിച്ചു പോയവർക്ക് ഒരു ഗുളിക വാങ്ങാനോ അല്ലെങ്കിൽ ഒരു മരുന്ന് വെക്കാനോ ഒരു പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരാളും സഹായത്തിൻ്റെ എവിടുന്നോ വന്നവരല്ലേ. അതെൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് ഞാൻ ഇവരെയൊക്കെ കരുതുന്നത്. എൻ്റെ നമ്പറാണിത്. ഏത് രാത്രിയിലും എപ്പോഴും വയനാട് ജില്ലയിൽ എവിടെ വന്ന് പെട്ടാലും ഈ നമ്പറിൽ വിളിച്ചോളൂ. നല്ലതായ എല്ലാ കാര്യങ്ങൾക്കും എന്നാൽ എല്ലാ സഹായങ്ങളും. ഇന്നലെ രാത്രി 11 മണിക്ക് പോയിട്ട് ഫാമിലിയായിട്ട് വന്നൊരു 2 ടയറുകളും പൊട്ടി കുടുങ്ങി പോയിട്ട് അവരെ ഞാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവും.
തരുന്നു വന്ന വളരെ ചുരുക്കമാണ്. ഈ വരുമാനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ഞാൻ ആരും ഇല്ലാത്ത രോഗികൾക്ക് ഒരു കൈത്താങ്ങായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. ആരും ഇല്ലാത്തവർക്ക് ഞാൻ എല്ലാം ഉണ്ട്. ഒരു പ്രയാസം വന്ന രാത്രിയിൽ എൻ്റെ ഈ വാഹനത്തിൽ പലപ്പോഴും ഞാൻ ആളുകളില്ലാത്ത ഉള്ളവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ ഒരു രാത്രിയിൽ വിളിച്ചാൽ എന്തായാലും മടി കാണിക്കില്ല. തീർച്ചയായിട്ടും സഹായിക്കും. എൻ്റെ ഈ വരുമാനം കൊണ്ട് എനിക്കൊരു വീട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു വലിയൊരു മാനസിക പ്രയാസത്തിലാണ്. ആ ഒരു മാനസിക പ്രയാസം എൻ്റെ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ചികിത്സിച്ച് കഴിഞ്ഞിട്ട് എന്താണ് എന്നുള്ള ഡോക്ടർക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല പൊയ്ക്കോളി എന്ന് പറയും. പക്ഷെ എന്താണ് ഒരു മാനസിക പിരിമുറുക്കം ആ വീടില്ലാത്തതിൻ്റെ ഇത് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. അപ്പം അതിൽ നിന്നൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും പ്രവാസി സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോസ് കാണുന്ന കുറെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. തീർച്ചയായിട്ടും സഹായിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അത് വിജയിക്കട്ടെ, പഠിച്ചോനെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏറ്റെടുത്ത് നമ്മളെ സലീംഖാനെ സഹായിക്കും. ഒറ്റ വിചാരത്തോടെ എല്ലാവർക്കും സ്നേഹം മാത്രം. സഹായത്തിന് വന്ന കൂടുതൽപ്പെട്ടത് അൻവർ ഉണ്ട് നമ്മളെ കൂടെ, അതുപോലെ റിയാസ് ഭായി രണ്ടാളും കൂടിയാണ്. അതേപോലെ സഹീന് എല്ലാവരും കൂടി സലീംഖാനെ കാണാൻ വന്നതാണ്. എല്ലാവരും കൂടി ഒന്ന് ഈ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണേ.